രാഷ്ട്രീയത്തെ ജനങ്ങൾ മുഴുവൻ അവമതിയോടുകൂടിയിട്ട് കാണുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള അധികാര വടംവലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് പോലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയും ദീർഘകാലം രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു പാർട്ടിയുടെ നിലവിലുള്ള സ്ഥിതി, വാസ്തവത്തിൽ ആ പാർട്ടിയുമായിട്ട് വലിയ താല്പര്യമില്ലെങ്കിലും രാജ്യത്തിൻ്റെ സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രധാന പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാവുന്നു എന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ജനങ്ങൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണ്, ഇങ്ങനെയുള്ളൊരു സ്ഥിതി കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒരിക്കൽ കൂടി മനസ്സിലാവുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണത്തിലെ ഏറ്റവും ഒടുവിലത്തെ, ഒരുപക്ഷെ ആ സർക്കാരിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിട്ട് മാറിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഭരണത്തിലേറാൻ പോകുന്ന കോൺഗ്രസും അവരുടെ വിയോജിപ്പ്, അവരുടെ ആ കാര്യത്തിലുള്ള അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ആ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപിക്കണം ഭരണം ഏറ്റെടുത്ത ഉടൻ തന്നെ എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കാളികളായവരും ആകാത്തവരുമൊക്കെ ആയിട്ടുള്ള നിരവധി പേർക്കെതിരായിട്ട് നൂറുകണക്കിന് കേസുകൾ ഇപ്പോഴും കേരളത്തിലെ വിവിധ കോടതികളിൽ നിലവിലുണ്ട്. അന്ന് BJPയുടെ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട്, കെ സുരേന്ദ്രനെതിരായിട്ട് സംസ്ഥാനത്തിലെ വിവിധ കോടതികളിലായിട്ട് നിരവധി കേസുകളുണ്ട്. 100, 150, 200 കേസുകൾ. അപ്പോൾ അത്രയും കേസുകൾ ഒരാൾക്കെതിരായിട്ട് ഒരു പകപോക്കൽ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുകയാണ് അന്നുണ്ടായത്. ഈ കേസുകൾ പിൻവലിക്കണം എന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരത്തിലുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായിട്ട്, പുതിയ സർക്കാർ ചുമതലയെടുത്തു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.